കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയൻതുള്ളലിൽ നിന്നെടുത്ത ചില വരികളാണ് പാഠഭാഗത്തുള്ളത്. അതിലെ ആദ്യത്തെ കുറച്ചു വരികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. മയൻ എന്ന ശില്പി പാണ്ഡവർക്ക് വേണ്ടി തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം നിർമ്മിക്കുന്നതിൻ്റെ വിവരണമാണ് പാഠഭാഗം. ബാക്കി വരികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യ വരികളിൽ മയൻ എന്ന ശില്പി കൊട്ടാരം പണിയാനെടുക്കുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കൊട്ടാരം പണിതുയർത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതല്ലേ? ബാക്കി ഭാഗം ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചൊന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും വായിച്ചില്ലേ? ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനലെന്ന പോലെ പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും പത്തനാഭക്തി നിരക്കെ പുറപ്പെട്ടു പത്തുദിക്കൊക്കെ പ്രകാശത്തോടെ മുത്തും പവിഴം മരതകം മാണിക്യ മുത്തു വിളങ്ങും മതിലുകളും അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദി കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളോരെഴുനിലമാടങ്ങൾ മെച്ചത്തിൽ മാളിക വീതികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ. നമ്മളിപ്പോൾ വായിച്ച ഈ വരികളിൽ മയൻ തീർത്ത കൊട്ടാരത്തിൻ്റെയും കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിലുകളുടെയും കൊട്ടാരത്തിൻ്റെ ഉൾവശത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. മയൻ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഓരോരോ ഗോപുരങ്ങളായി അവ ഉയർന്നു വരികയാണ്. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങൾ. ഉത്തുംഗ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഗോപുരങ്ങളുടെ ശൃംഗങ്ങൾ, അറ്റഭാഗം ഏതുപോലെയാണ് നിൽക്കുന്നത്? കത്തുന്ന തീക്കനൽ പോലെ തോന്നുമെന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്കും തിളക്കമുള്ള രത്നങ്ങൾ കൊണ്ടാകാം ആ ഗോപുരങ്ങൾ പണിതിരിക്കുന്നത്. അടുത്ത വരി ഒന്ന് വായിച്ചു നോക്കൂ. പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും പത്തനാഭക്തി നിരക്കെ പുറപ്പെട്ടു പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ. മയൻ ഇന്ദ്രപ്രസ്ഥം എന്ന നഗരമാണ് തീർക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ പത്തനാഭക്തി, പത്തന എന്ന് ഉദ്ദേശിക്കുന്നത് നഗരം. നഗരം ഇങ്ങനെ തിളങ്ങുന്ന കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞു. 10 ദിക്കിലും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുകയാണ് ഈ നഗരത്തിൽ നിർമ്മിച്ച ഗോപുരങ്ങൾ. പത്തരമാറ്റുള്ള, ഒട്ടും മായം കലരാത്ത തങ്കത്തിൻ്റെ ശോഭയെ കട്ടെടുത്ത് കൊണ്ടുവന്നതാണോ എന്ന് പോലും തോന്നും. അത്രയും തിളക്കമാർന്നതാണ് ആ ഗോപുരങ്ങളൊക്കെ. ഇത്രയും പ്രകാശമുള്ള ഈ ഗോപുരങ്ങൾ 10 ദിക്കിലും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുകയാണ്. ഈ നഗരത്തിൽ നിർമ്മിച്ച ഗോപുരങ്ങൾ കൊണ്ട് 10 ദിക്ക് വരെ നല്ല പ്രകാശിച്ചു നിൽക്കുകയാണ്. ഇനിയുള്ള വരികളിൽ കൊട്ടാരത്തിന് ചുറ്റും നിർമ്മിച്ച മതിലുകളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. മുത്തും പവിഴം മരതക മാണിക്യ മുത്തു വിളങ്ങും മതിലുകളും. നോക്കൂ, മതിലുകളിൽ എന്തൊക്കെയാണ് പതിച്ചിരിക്കുന്നത്? നവരത്നങ്ങളായ, അതെ, വിലപിടിപ്പുള്ള മുത്തും പവിഴവും മരതകവും മാണിക്യവും ഒക്കെയാണ് മതിലുകളിൽ പതിപ്പിച്ചിരിക്കുന്നത്. മയൻ നിർമ്മിച്ച കൊട്ടാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കൊട്ടാരത്തിന് ചുറ്റും നിർമ്മിച്ച മതിലുകളുടെ സവിശേഷതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഉൾഭാഗത്തെക്കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത്. അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. അച്ചസ്ഫടികം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന സ്ഫടികം പോലെയുള്ള പ്രദേശങ്ങൾ, അതായത് കണ്ണാടി പോലെ, തിളങ്ങുന്ന കണ്ണാടി പോലെയുള്ള പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. സ്വച്ഛം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ, അതായത് നല്ല ഭംഗിയുള്ള തടാകങ്ങളും ഉൾഭാഗത്തുണ്ട്. പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദി കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും.
പച്ചക്കല്ലാണെന്ന് തോന്നിക്കും വിധം പുൽത്തകിടിയുണ്ട് അവിടെ. അതിൽ കൂടി ഒഴുകുന്ന നദിയുമുണ്ട്. കണ്ടാൽ പുൽത്തകിടിയാണെന്ന് തോന്നില്ല, പക്ഷേ ഒരു പച്ചക്കല്ലാണെന്നേ തോന്നൂ. അതിൽ കൂടി ഒഴുകുന്ന നദിയുമുണ്ട്. കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും. കച്ചം നദിയുടെ തീരം. നദിയുടെ തീരത്ത് നല്ല വൃക്ഷങ്ങളും ഉത്തമമായ വൃക്ഷങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പാഴ്മരമൊന്നുമല്ല, നല്ല ഉത്തമമായ നല്ല വൃക്ഷങ്ങളാണ് നദിയുടെ തീരത്തുള്ളത്. ഉച്ചത്തിലുള്ളൊരെഴുനില മാടങ്ങൾ. പിന്നെയോ ഉയരത്തിലുള്ള 7 നിലയുള്ള മാളികയുമുണ്ട്. അതിനോടൊപ്പം മെച്ചത്തിലുള്ള മാളിക വീഥികളും. ഇവിടെ എന്താ? നടപ്പാതകൾ, വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 7 നില മാടങ്ങൾക്ക്, 7 നില കെട്ടിടങ്ങൾക്ക് അനുയോജ്യമായ വലിയ വഴികളുമുണ്ട്. നിമിഷ നേരം കൊണ്ട് മയൻ എന്ന ശില്പി അതിമനോഹരമായ നഗരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് പിട്ടല്ലിതൊന്നുമഹോ, ഇത് കള്ളത്തരമൊന്നുമല്ല ഈ ഞാൻ പറയുന്നത്. ഇതൊക്കെ സത്യമായ കാര്യമാണ്. നിമിഷ നേരം കൊണ്ടാണ് മയൻ ഇത്രയും ഭംഗിയുള്ള നഗരം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ കവിതാഭാഗത്ത് പറയുന്നത്. കുട്ടികളെ, ഈ പാഠഭാഗം വായിച്ചപ്പോൾ മയൻ എന്ന ശില്പി നിർമ്മിച്ച ആ അതിമനോഹരമായ നഗരവും കൊട്ടാരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലും തെളിഞ്ഞു വന്നില്ലേ? പാഠഭാഗം വായിച്ചപ്പോൾ ഒരു വാഗ്മയ ചിത്രം, അതായത് മയൻ നിർമ്മിച്ച ആ കൊട്ടാരത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ചൻ നമ്പ്യാർ എന്ന അതുല്യ പ്രതിഭയുടെ കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടികളെ, മയൻ്റെ മായാജാലം എന്ന കവിതാഭാഗത്തിൻ്റെ ആശയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഈ പാഠഭാഗം നന്നായി വായിച്ച് ടീച്ചർ തരുന്ന ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നോക്കൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗോപുരങ്ങൾ, മാളികകൾ, ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നതെങ്ങനെയാണ്? പാഠഭാഗത്ത് ചുറ്റുമതിലുകളെക്കുറിച്ചും ഗോപുരങ്ങളെക്കുറിച്ചും മാളികകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. തടാകങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കാവ്യഭാഗത്തു നിന്ന് ലഭിക്കുന്നത്? തടാകങ്ങളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും വീഥികളെക്കുറിച്ചും, അതായത് വഴികളെക്കുറിച്ചുമൊക്കെ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവ കണ്ടെത്തി എഴുതണം. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഈ വീഡിയോ ഒരു 2 തവണയെങ്കിലും കണ്ടേ മതിയാകൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിക്കാവുന്നതാണ്. മറ്റൊരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യാം. ഇത് നോക്കൂ. പാഠഭാഗത്തെ ചില വാക്കുകൾ, അതായത് പദങ്ങളാണിവ. അച്ച, സ്വച്ഛ, കച്ചം. എന്താണ് ഇതിൻ്റെ സവിശേഷത? ഇതിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ടല്ലേ? ച എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നു. ഇനിയുമുണ്ട് ഇതുപോലെ കുറേ പദങ്ങൾ ഈ പാഠഭാഗത്ത്. ചിലപ്പോൾ രണ്ടാമത്തെ അക്ഷരമായിരിക്കും ആവർത്തിച്ചു വരുന്നത്, ചിലപ്പോൾ മൂന്നാമത്തേതായിരിക്കും. നിങ്ങളൊന്ന് കണ്ടെത്താമോ? ഒരു ഉദാഹരണം കൂടി പറയാം. കോടാതെ, വാടാതെ, കൂടാതെ. ഇവിടെ ഈ പദങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേപോലെയാണല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാമ്യം തോന്നുന്നുണ്ട്. കോടാതെ, വാടാതെ, കൂടാതെ. ഇതുപോലെ അക്ഷരാവർത്തനം വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതണം. പാഠഭാഗത്ത് ഇനിയുമുണ്ട് ഇതുപോലെയുള്ള പദങ്ങൾ.